ശ്രീ അനിൽകുമാർ പണ്ടാൽ സാർ, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. ഇതോടെ രാജ്യത്തെ പ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുകയാണ്. ആദ്യഘട്ടത്തിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഇതൊരു വലിയ അഭിമാന മുഹൂർത്തം തന്നെയാണ്. ഞാൻ ആക്ച്വലി സുരേഷിൻ്റെ അടുത്ത് പറയുകയുണ്ടായി. സുരേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ ശരിക്കും ഞാൻ വികാരഭരിതനായി, അദ്ദേഹത്തിനെക്കാട്ടിലും. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം, വർഷങ്ങളോളം ഡിക്കേഡ്സോളം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് അദ്ദേഹം വിവരിക്കുമ്പോൾ തന്നെ നമുക്ക് കൊടുത്തിരിക്കുകയാണ്. അത്ര ഒരു വലിയൊരു മുഹൂർത്തമാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു പക്ഷേ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ഇന്ന് നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചരക്ക് കയറ്റുമതി ചെയ്യുവാനായിട്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അത് സുരേഷിനാണ് കിട്ടിയത്. അത് നമുക്ക് ലോട്ടറി അടിക്കുന്ന പോലെയാണ്, ഇല്ല ദുബായ് എയർപോർട്ടിൻ്റെ ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടിയൊരു സന്ദർഭമാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സെഞ്ചുറീസോളം അഭിമാനിക്കാനുള്ളൊരു വകയാണ്. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ആ ഒരു മുഹൂർത്തത്തിന് ഞങ്ങൾ പങ്കാളികളാകുകയാണ്. വളരെ വളരെ കാത്തിരുന്ന ഒരു നിമിഷമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് തിരുവനന്തപുരത്തിൻ്റെ നമ്മൾ കുറേ നാളായി ഇത് പറയുന്നുണ്ട്, വിഴിഞ്ഞം എന്നുള്ള ഈ തുറമുഖം തിരുവനന്തപുരത്തിൻ്റെ തലവരി ഇത് ഫേറ്റ് മാറ്റി മറിക്കും എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അത് ചെയ്യും. ഇതതിൻ്റെ തുടക്കമാണ്. ഈ എക്സിം ആക്ടിവിറ്റീസ് തുടങ്ങിയത് തന്നെ ആണ്. അതില്ലായിരുന്നെങ്കിൽ ഇത് വലിയൊരു മാറ്റം വരുന്നില്ല, ഒരു മാറ്റവും തിരുവനന്തപുരത്ത് വരില്ലായിരുന്നു. ഇത് തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ ഭാവി മാറ്റിമറിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്